നമസ്കാരം. താരന്തമാക്ക സീസൺ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീസൺ 2നെ കുറിച്ച് അത് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം, എത്ര ഏജ് കാറ്റഗറി, അത്തരത്തിലുള്ള കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നിൽ വന്നിരിക്കുന്നത്. 4 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കാവുന്ന ഒരു ടാലൻറ്റ് ഷോയാണ് താരന്തമാക്ക എന്ന് പറയുന്നത്. കുട്ടികളുടെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4 കാറ്റഗറി ആയി തിരിച്ചിട്ടാണ് മത്സരിപ്പിക്കുക. 4 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ, 8 തൊട്ട് 12 വരെ, 13 തൊട്ട് 17 വരെ, 18 തൊട്ട് 25 വരെ. ഓരോ കാറ്റഗറിക്കും പ്രൈസ് മണി ഉണ്ടായിരിക്കും. ഡാൻസ്, പാട്ട്, ആക്റ്റീവ്, മോഡലിംഗ്, ഈ 4 ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു ഐറ്റമാണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമുക്ക് 5 റൗണ്ടാണ് വരുന്നത്. ഫസ്റ്റ് റൗണ്ട് നമുക്ക് ഓൺലൈൻ ആയിരിക്കും. സെക്കൻഡ് റൗണ്ട് കുട്ടികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് ജില്ലകളിലായിരിക്കും. തേർഡ് റൗണ്ട് നമ്മൾ 3 ജില്ലകളിലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. ഫോർത്ത് ആൻഡ് ഫിനാലെ നമുക്ക് തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളത്തായിരിക്കും. 5 റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ 5 രീതിയിലായിരിക്കും ജഡ്ജ്മെൻറ്റ് വരുന്നത്. ഫസ്റ്റ് റൗണ്ട് ഓൺലൈൻ വരുന്നത് കുട്ടിക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള മിനിമം ക്വാളിറ്റി കുട്ടിക്കുണ്ടോ എന്നുള്ളതും മാത്രമാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെക്ക് ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ടിലേക്ക് നമുക്ക് വരുന്ന ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ എനർജി ലെവൽ ആൻഡ് പ്രസൻറ്റേഷൻ ആയിരിക്കും. ഇത് തേർഡ് റൗണ്ടിലേക്കുള്ള ഓഡീഷനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. തേർഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫുൾ പെർഫോമൻസ്, ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും മേക്കപ്പ്, കോസ്റ്റ്യൂം അടക്കം ഒരു ഫുൾ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് തേർഡ് റൗണ്ട് വേണ്ടി വരുന്നത്. ഫോർത്ത് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ടാസ്ക് റൗണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്നതാണ് ഫിനാലെ. നമുക്ക് 5 റൗണ്ടാണ് വരുന്നത്. ഈ 5 റൗണ്ടിൽ ഒരു റൗണ്ട് കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് ഏകദേശം 1.5 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് കുട്ടികൾ പഠിക്കുന്ന കാറ്റഗറിയിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ അതുപോലെ നമ്മൾ പ്രോഗ്രാം വയ്ക്കാറില്ല. സാറ്റർഡേ, സൺഡേ മറ്റവധി ദിവസങ്ങൾ നോക്കിയാണ് പ്രോഗ്രാം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ഒരിക്കലും കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്, ഈ 3 റൗണ്ട് നമുക്ക് മേക്കപ്പോ കോസ്റ്റ്യൂമോ നിർബന്ധമില്ല. തേർഡ് റൗണ്ടും അതുപോലെ തന്നെ ഫിനാലിക്കും മാത്രമാണ് നമുക്ക് മേക്കപ്പും കോസ്റ്റ്യൂമും നിർബന്ധമായിട്ടും വരുന്നത്. ഇത് ചാനൽ ബേസ്ഡ് പ്രോഗ്രാം അല്ല. അതിന് കാരണം 2 പ്രൊഡക്ഷൻ കമ്പനി കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ കാർവിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയും സ്മാർട്ട് കാർവിംഗ് പ്രൊഡക്ഷൻ കമ്പനിയും. ഡിജിറ്റൽ കാർവിംഗ് ഏകദേശം 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. പല ഭാഷകളായി 118ഓളം പ്രൊജക്റ്റുകൾക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമീൻ, ഹണീബി, വെള്ളിമൂങ്ങ, ഓം ശാന്തി ഓശാന, ഹൗ ഓൾഡ് ആർ യു, യോബിൻ്റെ പുസ്തകം, ഗപ്പി, ഇത്തരത്തിൽ 118ഓളം പ്രൊജക്റ്റുകളാണ് നിലവിൽ ഡിജിറ്റൽ കാർവിംഗ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് കാർവിംഗ് പ്രൊഡക്ഷനിൽ ഇപ്പോൾ നമ്മൾ സീസൺ 1 അതായത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ടാണ്. അതായത് നമ്മൾ തേർഡ് റൗണ്ട് കഴിഞ്ഞാൽ കുട്ടികളെ 4 കാറ്റഗറി ആയിട്ട് തിരിക്കും. അതായത് ഡാൻസിന് എത്ര കുട്ടികളുണ്ടോ അവരെ നമ്മളൊരു ഗ്രൂപ്പാക്കും. പാട്ടിൻ്റെ, മോഡലിങ്ങിൻ്റെ, ആക്ടിങ്ങിൻ്റെ, ഇങ്ങനെ 4 ഗ്രൂപ്പായി തിരിച്ച് നമുക്ക് വരുന്ന പ്രൊജക്റ്റുകളിൽ കുട്ടികൾക്ക് നമ്മൾ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ആൽബംസ്, വെബ് സീരീസ്, ആഡുകൾ, സിനിമ, ഇത്തരത്തിലാണ് നമ്മൾ ഇത്തരം പ്രൊജക്റ്റുകളിലേക്കായിരിക്കും കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അവസരങ്ങൾ വരുന്ന പ്രൊജക്റ്റുകൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് താല്പര്യമുള്ളവർ നമ്മളെ അറിയിക്കുന്നതിനനുസരിച്ച് അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റുകളും ചെയ്യുന്നത്. അല്ലാതെ കുട്ടികളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലോ അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിലോ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നോക്കി തിരഞ്ഞെടുത്തോ അങ്ങനെയല്ല നമ്മൾ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമ്മളിവിടെ അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്യുന്നത് ഒരു പരസ്യങ്ങൾ കണ്ടിട്ടായിരിക്കും. അതിൽ അഭിനയിച്ചിട്ടുള്ളത് സീസൺ 1 കുട്ടികളാണ്. ഈ പരസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-2 ആളുകളിലേക്ക് എത്തുന്നതല്ല. ഏകദേശം ഇന്ത്യ മുഴുവനും പോകുന്നൊരു പരസ്യമാണ്. നമ്മൾ ഈ പ്രാവശ്യം കേരളം മാത്രമല്ല അതർ സ്റ്റേറ്റും നമ്മൾ താരതമ്യമാക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന പരസ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സീസൺ 1 അഭിനയിക്കാൻ താല്പര്യമുള്ള 42 കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഒരു സിനിമ ചെയ്യുന്നത്. സ്മാർട്ട് കാർവിംഗ് പ്രൊഡക്ഷനിലാണ് നമ്മൾ സിനിമ നിർമ്മിക്കുന്നത്. ഏകദേശം 42 കുട്ടികളാണ് അതിൽ അഭിനയിക്കുന്നത്. ആകാശവാദി എന്നാണ് മൂവിയുടെ പേര്. ഓൾമോസ്റ്റ് അതിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബറിലാണ് നമ്മൾ അതിൻ്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ചാനൽ ബേസ്ഡ് അല്ല, 2 പ്രൊഡക്ഷൻ കമ്പനികൾ കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല കുട്ടിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രോഗ്രാമല്ല. പങ്കെടുക്കുന്ന കുട്ടികളെ ആ നിലവാരത്തിലേക്ക്, അതായത് സെലിബ്രിറ്റി ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഒത്തിരി അവസരങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ കൊടുക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പാരൻസ് എത്രയും പെട്ടെന്ന് കുട്ടികളെ നല്ലൊരു അവസരങ്ങൾ മിസ്സാക്കാതെ നല്ലൊരു സെലിബ്രിറ്റി ആക്കാൻ ഉദ്ദേശത്തോടു കൂടിയിട്ട് എത്രയും വേഗം സീസൺ 2 ജോയിൻ ചെയ്യാം. ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് ടോട്ടൽ ഫീ വരുന്നത് 5,000 ആണ്. അതും നമുക്ക് ഒരുമിച്ച് അടക്കേണ്ടി വരുന്നില്ല.
ഓരോ റൗണ്ടിനും 5 റൗണ്ടാണ് നമുക്കുള്ളത്. ഓരോ റൗണ്ടിനും 1000 വെച്ച് അടച്ചാൽ മതി. ഫസ്റ്റ് റൗണ്ട് നമുക്ക് 1000 അടച്ച് സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് നമുക്ക് എന്നാണോ വരുന്നത് അതിന് ഒരാഴ്ച മുമ്പ് മാത്രം സെക്കൻഡ് റൗണ്ടിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുക. അത് നമുക്ക് ഏകദേശം ഓരോ റൗണ്ടിൻ്റെ ഇടയിൽ 1.5 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അതുപോലെ ഓരോ റൗണ്ട് നമ്മൾ സെലക്ഷൻ ആവുന്നതനുസരിച്ച് മാത്രം പേയ്മെൻറ്റ് അടച്ച് 5 റൗണ്ടിനും 5000 വെച്ച് അടച്ച് ക്ലിയർ ചെയ്താൽ മതി. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോർഡിനേറ്റർ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്ത് ചോദിക്കുകയോ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും.